ഈ ഒരു സിറ്റുവേഷനില്. കാരണം വെച്ചാല് അത് കണ്ടിട്ട് നിങ്ങൾ ഇതുവരെ ഓന് നന്നാക്കാതാണ് ഈ പൂച്ചന്റെ വെയ്ത്താല് നടക്കണത്. ആ പ്രേക്ഷകർക്ക് കാണണം. കാരണം വെച്ചാൽ ഈ ഇത്രയും പ്രയാസത്തിൽ വരെ ഓനക്ക് ഇത് നന്നാക്കാൻ എനിക്ക് വരുന്ന ഓട്ടോ പൈസ മതി, ഇത് 300 രൂപ മതി നന്നാക്കാൻ. പക്ഷെ ഇതുകൂടി നന്നാക്കാതെ ആ മൃഗത്തിനോടുള്ള ആ സ്നേഹം കൊണ്ട് അവൻ സുഹൃത്തുക്കളെ, 2 ദിവസം മുന്നേ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എൻ്റെ. ഇത് മുബാറക്ക് ജാർഖണ്ഡിലെ കൽക്കത്തക്കാരനാണ്. നമ്മൾ ഈ ജാതി മതത്തിൻ്റെ പേരിൽ ഒരു സൈഡിൽ തച്ച് കൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന സമയത്ത്, ഈ മിണ്ടാപ്രാണി ഉണ്ടല്ലോ, ഇവൻ ഒരു കൂലിപ്പണിക്കാരനാണ്. കോട്ടക്ക ഭാഗത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പൂച്ചകൾ നമ്മൾ കടിപിടി വിടും. അപ്പോൾ ഈ പൂച്ചയുടെ കണ്ണ് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് കാണിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കണ്ണിങ്ങനെ രക്തം വാർന്നൊലിച്ചാകെ പ്രയാസത്തിലായിരുന്നു. പക്ഷെ ഇവൻ എന്ത് ചെയ്തു, 3-4 ദിവസമായിട്ട് ഇതിൻ്റെ ബാഗിൽ തന്നെ ആയിരുന്നു. ഇവർ പിന്നെ സാദിഖിന് നല്ലൊരു കൈ കൊടുക്കണ്ട. സാദിഖ് ഒരു സാധാ ഓട്ടോ ഡ്രൈവറാണ്. സാദിഖിനോട് വിഷയം വന്ന് പറഞ്ഞപ്പോൾ സാദിഖ് മലപ്പുറത്ത് എത്തിച്ചേരാറുണ്ട്. പക്ഷേ സാദിഖ് മനസ്സിലാക്കി ഇതിന് കുറച്ച് ചിലവുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്നെ വിളിക്കുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ചിലവ് കൊടുക്കാൻ ഓഫർ ചെയ്തു. പക്ഷേ ഇവർ എന്തല്ല അതിൻ്റെ ബാക്കിൽ കൂടി എന്നുള്ളതാണ് മുബാറക്ക്. ഇവന് കൽക്കത്തക്കാരനാണ്. ഇവന് ജാതി മതമൊന്നും നോക്കിയിട്ടല്ല ഇവിടെ കാര്യം ചെയ്യുന്നത്. ഏതായാലും സാദിഖും കൂടെ നിന്നു എന്നുള്ളതാണ്. 2 പേരും അവർ ഇതുണ്ടല്ലോ സർജറി ഇപ്പോൾ മലപ്പുറം ജില്ലാ വെറ്റിനറി ഓഫീസിൽ നിന്ന്. എങ്ങനെയുണ്ട്? ഹാപ്പി? ഇനി എവിടേക്കത് കൊണ്ടുപോവാ? ആരാ നോക്കുക? സെലക്ഷൻ ഫുഡ് ആരാ കൊടുക്കുക? ഇത് ശരിക്ക് തെരുവിലൊരു പൂച്ചയാണ് അല്ലേ? വളർത്തു പൂച്ചല്ല. അവനക്കിപ്പോ ഇത് നോക്കണ ആവശ്യമില്ല. പക്ഷെ അവന്റെ ദയനീയ അവസ്ഥ, ആ പൂച്ചന്റെ അവസ്ഥ അവന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ ലീവാക്കി. ഉദാഹരണത്തിന് ഓന്റെ സിറ്റുവേഷന് ചില മൊബൈൽ നോക്കി ഓന്റെ മൊബൈല് വരെ മൊബൈൽ ഇത്